ഹായ്, ഞാൻ സുധാ മഴമേഘം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മുന്തിരി ജ്യൂസാണ്. നമ്മൾ കൂൾ ബാറിലൊക്കെ പോയിട്ട് അവിടുത്തെ മുന്തിരി ജ്യൂസ് കഴിക്കുമ്പോൾ അതിലിങ്ങനെ ഉരുണ്ടിട്ട് നമ്മൾ ഈ മുന്തിരിൻ്റെ പൾപ്പ് ഇങ്ങനെ കിടക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏത് മുന്തിരി വേണമെങ്കിലും നമ്മൾക്ക് ഈ ജ്യൂസിന് ഉപയോഗിക്കാം. അപ്പം നമ്മൾക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് കറുപ്പ് മുന്തിരിയാണ്. നല്ല നീളവും മധുരവും ഉള്ള മുന്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾക്ക് നന്നായി വൃത്തിയായി കഴുകിയിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് ഇടാം. ആദ്യം നമ്മൾക്ക് മുന്തിരിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഈ പാത്രത്തിലുള്ളത് ഇനി ജ്യൂസ് അടിക്കാനുള്ളതാണ്. ഇനി ഇത് നമ്മൾക്ക് നന്നായി ആറിയ ശേഷം മറ്റുള്ളത് ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ മുന്തിരിൻ്റെ തോലിങ്ങനെ എടുത്തിട്ട് പൾപ്പ് എടുക്കാം. ഇത് വലിയ മുന്തിരി ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ കത്തി ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു മുന്തിരി ആണെങ്കിലുണ്ടല്ലോ, ആ ചൂട് തട്ടുമ്പോഴേക്ക് ഇങ്ങനെ അമർത്തി കൊടുത്താൽ അപ്പം തന്നെ അതിൻ്റെ പൾപ്പ് വരും. വേവിച്ച മുന്തിരി നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ജ്യൂസാക്കി എടുത്താലോ. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പൾപ്പ് മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കട്ടെ ഞാൻ, എന്നിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. നമ്മളെ ഷോപ്പിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ്. നമ്മൾക്കിത് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുമല്ലോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഈ ചൂട് കാലത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലേ സൂപ്പറായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. ഇതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. നിങ്ങൾ കണ്ടല്ലോ ഞാൻ ചെയ്യുന്നത്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിൾ മുന്തിരി പൾപ്പ് ജ്യൂസ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.